ഡ്രഗ്സിൻ്റെ ഫോറൻസിക് ആസ്പെക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രഗ്സിൻ്റെ ഇൻഫ്ലുവൻസ് ഒരു വ്യക്തിയിലെ ക്രിമിനലിനെ ഉണർത്തുന്നത് എങ്ങനെയാണ്. ആൽക്കഹോളാണ് നമ്മുടെ കോമൺ ആയിട്ടുള്ളത്. ആൽക്കഹോളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫോറൻസിക് ആസ്പെക്ട്സ് എന്താ? ഡ്രിങ്ക് ഡ്രൈവിംഗ് ഒരു കോമൺ ആയിട്ടുള്ള സംഭവമാണ് അല്ലേ. ഡ്രങ്കായിട്ട് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കുടിച്ച ആൾ മാത്രമല്ല, ചില നിരപരാധികൾ വഴി കൂടെ നടക്കുന്നവർക്കും അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരും. ചിലപ്പോൾ കുടിച്ച് ബോധമില്ലാതെ റോഡ് ക്രോസ് ചെയ്യുന്നതിൽ വണ്ടി ഇടിച്ചെന്ന് വരാം. പിന്നെ അവരുടെ ഇടയിലുണ്ടാകുന്ന ചില മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. സംശയരോഗം ഫോർ എക്സാമ്പിൾ ആൽക്കഹോളിക്സിൻ്റെ ഇടയിൽ വളരെ കൂടുതലാണ്. അത് ഒരുപാട് കുടുംബത്തിലുള്ള ഭാര്യ പീഡനത്തിനും സ്ത്രീ പീഡനത്തിനും പലതരത്തിലുള്ള കൊലപാതകങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. അത് ആൽക്കഹോളിൻ്റെ കാര്യമില്ല. ടുബാക്കോ ഈ രീതിയിൽ നിരുപദ്രവകാരിയാണ്. അത് ഫോറൻസിക് ഇഷ്യൂസ് ഒന്നും തന്നെ ഉണ്ടാക്കുന്നില്ല. എം ഡി എം എ ഒരു സ്റ്റിമുലന്റ് ഡ്രഗാണ്. നമ്മൾ ഈ ഡ്രഗ്സ് റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. പൊതുജനത്തിൻ്റെ ഒരു കൺസെപ്റ്റ് റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാൾ ആളെ ഏതെങ്കിലും ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി ഒരു മാസം അങ്ങ് ആക്കുന്നു. അത് കഴിയുമ്പോൾ അത് ആ ആൾ പുതിയൊരു മനുഷ്യനായി പുറത്തേക്ക് വരുന്നു. അങ്ങനെയാണ് പൊതുവെയുള്ള ധാരണ. പക്ഷെ അത് തെറ്റായ ധാരണയാണ്. അത് ആ രീതിയിൽ നടക്കില്ല. കാരണം ഏത് ഡ്രഗ്സിനാണ് ആ വ്യക്തി അടിമപ്പെട്ടിരിക്കുന്നത് എന്നതിനനുസരിച്ചാണ് ആ രീതിയിലുള്ളൊരു റീഹാബിലിറ്റേഷൻ കെയർ ഗുണം ചെയ്യുമോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാൻ ലളിതമായിട്ട് പറയാം. നമ്മുടെ ഈ ഡ്രഗ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് സെഡേറ്റീവ്സ് ആണ്, മറ്റേത് സ്റ്റിമുലൻസ് ആണ്. ഒന്ന് സെഡേറ്റീവ്സ് ആണ്. സെഡേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ ഓഫാക്കുന്ന സാധനമാണ്. മറ്റേത് സ്റ്റിമുലൻസ് ആണ്, ആളെ ഓണാക്കുന്ന സാധനമാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ആൽക്കഹോൾ ഒരു സെഡേറ്റീവാണ്. അടിച്ചടിച്ചടിച്ച് ഓഫായി, പാമ്പായി, താഴെ വീണു, നടക്കാൻ പറ്റുന്നില്ല, കുഴഞ്ഞു പോയി. ഓപ്പിയോയിഡ്സ് അത് ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ വലിയൊരു പ്രശ്നമല്ല. താങ്ക് ഗോഡ്. അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ക്രമസമാധാനം നില പൂർണ്ണമായും തകരും. ഓപ്പിയോയിഡ്സ്, ഹെറോയിൻ, മോർഫിൻ, പെത്തഡീൻ അല്ലെങ്കിൽ കൊഡീൻ, ഈ കഫ് സിറപ്പ് അഡിക്ഷനുള്ള ആൾക്കാരുണ്ട്. അത് അതിൻ്റെ ഉള്ളിലുള്ള കൊഡീൻ, ഫോൾക്കഡീൻ തുടങ്ങിയ ഓപ്പിയോയിഡ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് വാരിക്കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ കഫ് സിറപ്പിൻ്റെ പ്രിപ്പറേഷൻസ് കുറേ നിയന്ത്രണങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതും ഓഫ് ആകുന്ന ഒരു ഡ്രഗാണ്. അപ്പോൾ ഓഫ് ആകുന്ന ഡ്രഗ്സ് ഒരു കാറ്റഗറി മനസ്സിലായില്ല. ഇനി അടുത്തത് ഓൺ ആവുന്ന കാറ്റഗറിയാണ്. MDMA ഓൺ ആവുന്ന കാറ്റഗറിയാണ്. അത് കുഴയല്ല ചെയ്യാം. അടിക്കും തോറും അവരുടെ ശക്തി കൂടും, കോൺഫിഡൻസ് കൂടും, ഉറക്കമില്ലാതാകും, എനർജി കൂടും. ഒരു രാത്രി മുഴുവൻ ഉറങ്ങാതെ ലൗഡ് മ്യൂസിക്കിൻ്റെ ഒപ്പം ഡാൻസ് ചെയ്യാൻ പറ്റും. ബൈക്ക് ഓടിക്കുകയാണെങ്കിൽ 150 കിലോമീറ്റർ ഓടിക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് തോന്നും. അഗ്രഷൻ കൂടും. എല്ലാം എനിക്ക് വെട്ടിപ്പിടിക്കാൻ പറ്റും തോന്നും. ഓണാവുന്ന ഡ്രഗാണ്. LSD അതും ഓണാവുന്ന ഡ്രഗാണ്. അത് MDMA മാതിരി ഒരു സ്റ്റിമുലന്റ് അല്ല, പക്ഷേ ഹലൂസിനേഷൻസ് ഉണ്ടാകും. അത് നമ്മുടെ പെർസെപ്ഷൻസിനെ ഭയങ്കര പവർഫുള്ളാക്കി മാറ്റും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലവറിനെ നോക്കിയാൽ തന്നെ അതിൽ അതുവരെ തോന്നാത്ത അതിഭയങ്കരമായ ഒരു മനോഹാരിത അവർക്ക് അനുഭവിക്കാൻ പറ്റും. അത് നമ്മുടെ പെർസെപ്ഷൻസിനെ എല്ലാം എക്സാജറേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് LSD. ഈ LSD ഈ സ്റ്റാമ്പ് എന്ന് പറയുന്നത്. അതിന് സമാനമായിട്ടുള്ള ഒരു ഹെർബൽ പ്രോഡക്റ്റാണ് കൊടൈക്കനാലിൽ ആൾക്കാർ പോയി വയ്ക്കുന്ന മഷ്റൂംസ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഈ ഓണാക്കുന്ന ട്രക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്രക്ക് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബ്രെയിനിൽ എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ ആക്ഷൻ തുടങ്ങും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ എഫക്റ്റ് കഴിയുന്നതോടുകൂടി ഈ ഓണെല്ലാം പോയി അങ്ങ് ക്രാഷ് ചെയ്യും. ഇതിൽ കഞ്ചാവ് എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ പറഞ്ഞില്ല. അത് ഓണാക്കുന്ന ട്രക്കല്ല, ഓഫാക്കുന്നതാണെന്ന് പറയാനില്ല. പക്ഷേ അതിന് സ്റ്റിമുലൻ്റ് എഫക്റ്റിനേക്കാളും ഒരു സെഡേറ്റീവ് എഫക്റ്റ് തന്നെയാണുള്ളത്. അത് സ്റ്റോൺഡ് ലുക്ക് എന്നാണ് പറയുന്നത് ഇംഗ്ലീഷിൽ. സ്റ്റോൺഡ് ലുക്ക്. കഞ്ചാവ് ഉപയോഗിച്ച് കഴിയുമ്പോൾ അവരെന്താ പറയുക, ഒരു വേറൊരു അവസ്ഥയിലേക്ക് എത്തുന്നു. ചിലർ റിലാക്സ്ഡ് ആവുന്നു, ചിലർ പാരനോയിഡ് ആവുന്നു. ഇങ്ങനെയുള്ള പല അവസ്ഥാഭേദങ്ങളാണ് അതിലുണ്ടാവുന്നത്. അപ്പോൾ ഈ റീഹാബിലിറ്റേഷൻ്റെ കാര്യത്തിൽ സെഡേറ്റീവ് ഡ്രഗ്സിന് റീഹാബിലിറ്റേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ആൽക്കഹോൾ ആൻഡ് ഓപ്പിയോയിഡ്സ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് വിഡ്രോവൽ സിംറ്റംസ് വരും. സെഡേറ്റീവ് ഡ്രഗ്സിന് ആൾക്കാർ അഡിക്റ്റഡ് ആവുന്നതിന് കാരണം ഇത് അടിച്ച് ഓഫായി കഴിയുമ്പോൾ ഓഫായി, പിന്നെ ഓണായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണർന്നു കഴിയുമ്പോൾ വിഡ്രോവൽ സിംറ്റംസ് വരാൻ തുടങ്ങും. ഈ സബ്സ്റ്റൻസ് കിട്ടിയില്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള കടുത്ത വിഡ്രോവൽ സിംറ്റംസ്, അത് വേർക്കലാവാം, റെസ്റ്റ്ലെസ്നെസ് ആവാം, ഷിവറിങ് ആവാം, ഉറക്കമില്ലായ്മയാവാം. ഏതെങ്കിലും വിധത്തിൽ ഈ സബ്സ്റ്റൻസ് കിട്ടിയാൽ മാത്രമേ അവർക്ക് നേരെ നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥ. ഇതാണ് ഓപ്പിയോയിഡ് അഡിക്ഷനിലും ആൽക്കഹോളിസത്തിലും എല്ലാം സംഭവിക്കുന്നത്.
കാനബിസിൽ ഇത് സംഭവിക്കില്ല. കാരണം കാനബിസ് ഒരു ഫാറ്റ് സോലബിൾ ഡ്രഗാണ്. അതുകൊണ്ട് തന്നെ അത് ആഴ്ചകളോളം, ഒരിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആഴ്ചകളോളം അത് ബ്രെയിനിൽ നിലനിൽക്കും. അതുകൊണ്ട് കാനബിസിൻ്റെ ഒരു സഡൻ വിഡ്രോവൽ ബോഡിയിൽ ഉണ്ടാവുന്നില്ല. കാനബിസിൻ്റെ വിഡ്രോവൽ എന്ന് പറയുന്നത് സൈക്കോളജിക്കലാണ്, ഫിസിക്കലല്ല. അതേസമയം MDMA LSD മാതിരിയുള്ള സാധനത്തിന് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ അവർ ക്രാഷ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വിഡ്രോവൽ സിംറ്റംസ് ഇല്ല, പക്ഷേ അവർക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കും. ഈ സ്റ്റിമുലന്റ് ഡ്രഗ്സ് എന്താ നമുക്ക് തരുന്നതെന്നറിയാം? നമുക്കൊരു ഡോപ്പമിൻ റഷാണ് തരുന്നത്. ഈ ഡോപ്പമിൻ എന്ന് പറയുന്നതാണ് നമുക്ക് ആ പ്ലഷറും എന്താ പറയുക ഒരു ഡ്രൈവും മോട്ടിവേഷനും ഒക്കെ തരുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ. അതിൻ്റെ അതിഭീകരമായിട്ടുള്ള റിലീസ് ബ്രെയിനിൽ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ ഡ്രഗ്സ് ഉപയോഗിക്കാൻ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ആൾക്കാർ വീണ്ടും ഉപയോഗിക്കുന്നതിന് കാരണം എന്താ? ഈ കടുത്ത ബോറടി വന്നു കഴിയുമ്പോൾ ആ ഒരു സ്റ്റിമുലേഷൻ കിട്ടാൻ വേണ്ടി, ഒന്ന് അലൈവായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വീണ്ടും അത് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ആ ലോങ് ടേം റെസിഡൻഷ്യൽ റീഹാബിന് സ്കോപ്പുള്ളത് സെഡേറ്റീവ് ആയിട്ടുള്ള ഡ്രഗ്സിന് അടിമപ്പെട്ടിട്ടുള്ളവർക്കാണ്. സ്റ്റിമുലന്റ് ഡ്രഗ്സിൻ്റെ കേസിൽ ഒരു ലോങ് ടേം ആയിട്ടുള്ള റീഹാബിലിറ്റേഷൻ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ അത് ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം ആർട്ടിഫിഷ്യൽ ഇല്ലാതാക്കി കുറച്ചു കാലം ഒരു ബ്രേക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ അവിടെ ഇൻഡിവിജ്വലിൻ്റെ മോട്ടിവേഷൻ കുറവാണെങ്കിൽ അത് സാധിക്കില്ല. അപ്പോൾ ഞാനത് റീഹാബിലിറ്റേഷൻ സംബന്ധിച്ച് കുറച്ച് ബേസിക് പോയിന്റ്സ് കവർ ചെയ്താണ്